ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പോളിഹൈഡ്രോമിനോസിസ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ കൂടുതലും പോളിഹൈഡ്രോമിനോസിസ് അങ്ങനെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഹൈഡ്രോമിനോസിസ് അങ്ങനെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടില്ല. കൂടുതലും വൈവയാണ് ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ബെഡ് സൈഡ് വൈവ ആണെങ്കിലും അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് വൈവ ചോദിക്കുവാണെങ്കിലും കൂടുതലും പോളിഹൈഡ്രോമിനോസിസ് എന്ന് ചോദിക്കുന്നത് AFIയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കും കേട്ടോ. എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ്, AFIയുടെ ഫുൾ ഫോം ആയിട്ട് ചോദിക്കും. പിന്നെ മോസ്റ്റ്ലി നമുക്കറിയാമല്ലോ, ഈ പറയുന്ന പോളിഹൈഡ്രോമിനോസിസ് നമ്മൾ അതായത് യൂട്രസിനെ 4 ക്വാഡ്രന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്ന മാഡംസ് ആണെങ്കിൽ ചോദിക്കും അപ്പർ ക്വാഡ്രന്റുകൾക്ക് എത്ര സെന്റിമീറ്റർ വരെ ആവാം, എത്ര സെന്റിമീറ്റർ വരെ ആവാം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ താങ്കൾ ധൈര്യമായിട്ട് പറയാം 5 to 10 സെന്റിമീറ്റർ ആണ്. നോർമലി AFIയുടെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 5 to 24 സെന്റിമീറ്റർ ആണ് കേട്ടോ. നമ്മൾ സെന്റിമീറ്ററിലാണ്, അതായത് വെർട്ടിക്കൽ ഡീപ്പ് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. വെർട്ടിക്കലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ക്വാഡ്രന്റിന് എത്രയാണ് ഫ്ലൂയിഡിന്റെ കളക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ലോവർ ക്വാഡ്രന്റ് എപ്പോഴും കുറവും അപ്പർ ക്വാഡ്രന്റിൽ കൂടുതലുമായിരിക്കും കാണുന്നത്. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ അപ്പർ ക്വാഡ്രന്റ്, അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റിൽ, ഇപ്പം റൈറ്റ് അപ്പർ ക്വാഡ്രന്റിൽ 5 to 10 സെന്റിമീറ്റർ, ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ആണെങ്കിൽ 5 to 10 സെന്റിമീറ്റർ ആയിരിക്കും വരുന്നത്. പക്ഷെ ലോവർ ക്വാഡ്രന്റ് വരുമ്പോൾ റൈറ്റിലും ലെഫ്റ്റിലും 2 to 5 സെന്റിമീറ്റർ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. കാരണം മുകൾ ഭാഗമാണല്ലോ നമുക്ക് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. പിന്നെ നമുക്ക് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ നോർമൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ റേഞ്ച് എത്രയാണെന്ന് ചോദിക്കും. അതെല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, പിന്നെ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ പോളിഹൈഡ്രോമിനോസിസ് ആണെങ്കിൽ എത്രയായിരിക്കും റേഞ്ച് എത്രയായിരിക്കും ഉണ്ടാവുക, അത് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പം അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു നോർമൽ വോളിയം പറയുവാണെങ്കിൽ നമ്മൾ എത്ര പറയുന്നത്, 600 to 800 ml അല്ലേ. ഇനി പോളിഹൈഡ്രോമിനോസിസ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, എബവ് 200. ഇനി അത് എത്ര സെന്റിമീറ്ററിലാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 to 24 സെന്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി പോളിഹൈഡ്രോമിനോസിസ് ആണെങ്കിൽ എബവ് 24 സെന്റിമീറ്റർ ആയിരിക്കും. എന്താണ്, എബവ് 24 സെന്റിമീറ്റർ ആയിരിക്കും. AFI ഈസ് എബവ് 24 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് അതിനെ തന്നെ കുറെ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, അങ്ങനെ. ഓക്കെ, അപ്പൊ AFIയുടെ 25 to 30 സെന്റിമീറ്റർ, 31 to 35 സെന്റിമീറ്റർ, 36 എബവ് സെന്റിമീറ്റർ ആയിട്ടാണ് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇത്രയൊന്നും നമുക്ക് ചോദിക്കില്ല, എങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് എന്താണ്, പ്രൈമറി ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ തന്നെ പറയുക, AFI മോണിറ്റർ ചെയ്യും എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഒരു അമ്മയ്ക്ക് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു മദർ പോളിഹൈഡ്രോമിനോസിസ് ആണെന്ന് വെച്ചോ. അപ്പം മദറിന് കുറേ എന്താണ് മെറ്റേണൽ കോസസ് പറയുന്നുണ്ട്. അപ്പം എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണ്, മദർക്ക് പ്രീവിയസ്ലി അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ട്വിൻ ബേബി ആണ് ഒക്കെ പറയുകയാണെങ്കിൽ ഇതിൽ ഏത് റീസൺ ആയിരിക്കാം പേഷ്യൻറ്റിന് പോളിഹൈഡ്രോമിനോസിസ് ഉണ്ടാക്കാൻ കാരണമായത് എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ മെയിൻലി നമ്മളിപ്പോൾ മെറ്റേണൽ കോസ് നമ്മൾ ഇതിൽ പഠിക്കും. അപ്പം നിങ്ങൾ പറയുക മെറ്റേണൽ കോസസ് മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഡയബറ്റിസ്, അതുപോലെ തന്നെ മെറ്റേണൽ കോസിനേക്കാളും. ഇപ്പം നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട് ആൻസർ പറയാൻ നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന നമുക്ക് എല്ലാവർക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യന് അതേപടി ഉത്തരം പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചോദിക്കുന്നത് എക്സാക്ട് ആൻസർ അറിയാമെങ്കിൽ എക്സാക്ട് ആൻസർ പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്നത് എന്താണോ അത് പറഞ്ഞ് ഫലിപ്പിക്കുക. ഞാൻ കുറച്ച് വൈവ ട്രിക്സ് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളൊന്ന് വൈവ ട്രിക്സിന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു യെസ് എന്നൊരു കമൻറ്റ് ഇടാം. ഓക്കെ, മെയിൻലി ഫീറ്റൽ കോസസുകളാണ് എന്ത് ചെയ്യുന്നത്, പോളിഹൈഡ്രോമിനോസിസ് ഉണ്ടാക്കുന്നത്. മെറ്റേണൽ കോസ് ഉണ്ടാക്കൂല എന്നല്ല, മെറ്റേണൽ കോസസ് ഉണ്ടെങ്കിലും ഫീറ്റൽ കോസുകൾ കൂടുതലാണ്. അതായത് കുഞ്ഞിന് അനോമലി, കൺജനൈറ്റൽ അനോമലി ഉണ്ടെങ്കിൽ പോളിഹൈഡ്രോമിനോസിസ് വരും. ലൈക്ക് നമ്മൾക്ക് ഇപ്പോൾ ഈ പറയുന്ന എന്താണ് ക്രോമസോം അബ്നോർമാലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആയിക്കോട്ടെ, പിന്നെ അതല്ല എങ്കിൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ. പിന്നെ മദറിനാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കുറേ കണ്ടീഷനിൽ നിന്ന് ഡയബറ്റിസ് ഉള്ള മദർക്ക് പോളിഹൈഡ്രോമിനോസിസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1-2 കേസസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു മെറ്റേണൽ കോസ്, ഇമ്പോർട്ടൻറ്റ് കോസ് ഡയബറ്റിസ് ആണ്.
മെയിൻലി വൈവ ആയിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരാനുള്ളത്. അതായത് പോളിഹൈഡ്രോ അമ്നിയോസിസിൽ ചോദിക്കാനുള്ള കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ് ഇത്രയാണ് കേട്ടോ. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു. പിന്നെ പോളിഹൈഡ്രോ അമ്നിയോസിസിൽ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും പിന്നെ അതായത് ജനറലി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ അധികം ഞാൻ ഒത്തിരി കണ്ടന്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. വൈവയ്ക്കാണ് പോളിഹൈഡ്രോ അമ്നിയോസിസ് ഇമ്പോർട്ടൻറ്റ്. ഇൻട്രൊഡക്ഷൻ നോക്കാം. പോളിഹൈഡ്രോ അമ്നിയോസിസ് നമ്മൾ ഹൈഡ്രോ അമ്നിയോസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. പ്രഗ്നൻസിയിലെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. എന്താണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ എക്സസീവ് അക്യുമുലേഷൻ ആണ് അല്ലേ. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മുടെ നെസസറി ആണ്, പക്ഷെ അതിന്റെ കൂടുതൽ എക്സസീവ് അക്യുമുലേഷൻ ആണ് പോളിഹൈഡ്രോ അമ്നിയോസിസ് എന്ന് പറയുന്നത്. അധികം അപ്രോക്സിമേറ്റ്ലി ഒരു 1 to 2% ഓഫ് പ്രഗ്നൻസിയിലെ കാണാറുള്ളൂ. പോളിഹൈഡ്രോ അമ്നിയോസിസ് അങ്ങനെ കാണത്തില്ല. ഒളിഗോഹൈഡ്രോ അമ്നിയോസിസ് പിന്നെയും കാണും കേട്ടോ. പോളിഹൈഡ്രോ അമ്നിയോസിസ് ആണ് കുറവായിട്ട് കാണുന്നത്. Definition: polyhydramnios defined as an excessive accumulation of amniotic fluid, typically എന്താണ് exceeding 200 ml. 200 ml എന്ന് പറയുമ്പോൾ എത്രയാണ് നോർമൽ റേഞ്ച് വരുന്നത്? സോറി, എബവ് എത്രയായിരിക്കും? 24 cm. മനസ്സിലായല്ലോ? വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതാം the normal range is എന്താണ് 600 to 800 ml ആണെന്നും അത് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് 5 to 24 cm അകത്താണെന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. കോസസ്, മെറ്റേണൽ കോസസിന് നമുക്ക് ഡയബറ്റിസ് ഉണ്ട്, ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ആണ്. ഇത് മൂന്നുമാണ് അതിൻ്റെ മെയിൻ മെറ്റേണൽ കോസസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കോസ്. ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അതായത് ഞങ്ങൾ പോസ്റ്റിംഗ് ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് ഒരു പേഷ്യൻ്റ്, എൻ്റെ പേഷ്യൻ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു വിവിഡ് ആയിട്ടുള്ളൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് പോളിഹൈഡ്രോ അമ്നിയോസ് ആണ് പേഷ്യൻ്റ് കണ്ടീഷൻ. പക്ഷേ എന്താണ് ഡേറ്റ് അടുത്തു, പക്ഷെ ഇതുവരെ കൊച്ചിൻ്റെ ഹെഡ് എൻഗേജ് ആയില്ല. അതാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് കൂടുതലാണെങ്കിൽ കുഞ്ഞിൻ്റെ ഹെഡ് എൻഗേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ അവരെ സിസേറിയൻ ആണ് പോസ്റ്റ് ചെയ്തത്. അടുത്ത ദിവസത്തെ CS പേഷ്യൻ്റ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്താണ് ഒരു മെയിൻ പ്രോബ്ലം തന്നെ എന്താന്ന് പറയുന്നത്, നമുക്ക് ഈ പറയുന്ന ഹെഡ് എൻഗേജ്മെന്റ് നടക്കത്തില്ല എന്ന് പറയുന്നത് ഒരു മെയിൻ കോസ് ആണ്, അല്ല മെയിൻ ഒരു ഒരു എഫക്റ്റ് ആണ് ഈ പറയുന്ന പോളിഹൈഡ്രോ അമ്നിയോസിസിന്റെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ അനോമലി ആണ്. ഇതിനകത്ത് ഞാൻ കുറെ ഫീറ്റൽ അനോമലി എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഇതിപ്പോൾ എല്ലാം എഴുതണം എന്നില്ല. ഞാൻ പിന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എഴുതുമ്പോൾ പേപ്പർ പ്രസന്റ് കുറേ ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സുകൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം എഴുതണം എന്നില്ല. ഫീറ്റൽ അനോമലി ഇതെന്ന് പറഞ്ഞാൽ അനോമലിയിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നു കഴിഞ്ഞാലും ഇത് കണക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള അമ്നിയോട്ടിക് അബ്സോർപ്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പോളിഹൈഡ്രോ അമ്നിയോസിസ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്തൊക്കെയാ ഫീറ്റൽ അനോമലീസ് എന്തൊക്കെയാണ്, കൺജനൈറ്റൽ അനോമലീസ് നമ്മൾ ഒത്തിരി പീഡിയട്രിയിൽ പഠിച്ചില്ലേ, അതിൽ നിന്ന് കുറച്ച് വേർഡ്സ് ഒക്കെ എഴുതിക്കോ. പിന്നെ ഫീറ്റൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? പെറുബെല്ല ആണെങ്കിലോ അല്ലെങ്കിൽ ടോക്സോപ്ലാസ്മോസിസ് ഒക്കെ പോലുള്ള ഇൻഫെക്ഷൻസ് ഇല്ലേ, അതൊക്കെ നിങ്ങൾക്ക് 2-3 എക്സാമ്പിൾ എഴുതാം. പിന്നെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എന്തൊക്കെയാണ്? ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അതിനകത്ത് ആരും ഉണ്ടാവില്ല അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. 21-18-30 ട്രൈസോമി 21-18-30 അതൊക്കെ എഴുതാം. ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം ഒക്കെ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനിയാണ് പ്ലാസെന്റൽ കോസസ് അല്ലേ. സോറി, ഇത് ഒത്തിരി ഒരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പ്ലാസെന്റൽ അബ്നോർമാലിറ്റീസ് എന്തൊക്കെയുണ്ട്? അബ്നോർമാലിറ്റീസ് ഇൻക്ലൂഡ് പ്ലാസെന്റ പ്രേവി ആണെങ്കിലോ പ്ലാസെന്റ അബ്രാപ്ഷ്യ ആണെങ്കിലോ പ്ലാസെന്റൽ ഇൻസഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യും? ഇത് പോളിഹൈഡ്രോ അമ്നിയോസിസ് വരാം. പിന്നാണ് ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രോം. ഇത് ഒരു ഞാനും ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു ഫസ്റ്റ് ഇതായിട്ടാണ് തോന്നുന്നത്. പണ്ട് പഠിച്ചിട്ടുള്ള എന്തൊക്കെയോ ഒരു ചെറിയ ഇതുണ്ടെങ്കിലും ഇതിനെ പറ്റി അധികം പിന്നെ ഇപ്പോഴാണ് ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഈ വേർഡ് അവോയ്ഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഒരു പുതിയൊരു കാര്യം കണ്ടന്റും കൂടെ പഠിക്കാൻ പറ്റുമല്ലേ. ഈ ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, വൺ ട്വിൻ റിസീവ്സ് മോർ ബ്ലഡ് ദാൻ ദ അതർ, ഒരു കുഞ്ഞിനേക്കാളും കൂടുതൽ മറ്റു കുഞ്ഞിന് കിട്ടുന്നു. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ നമ്മൾ ബ്ലഡിന്റെ ട്രാൻസ്ഫ്യൂഷൻ വഴി എന്ത് ഉണ്ടാകാം? പോളിഹൈഡ്രോ അമ്നിയോസിസ് ഉണ്ടാകാം. ഓക്കെ, പിന്നെ ഉള്ളത് മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണ്. മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണെങ്കിലും ഫീറ്റൽ മെറ്റേണൽ ഹെമറേജ് ഉണ്ടെങ്കിലും, ഈ ഫീറ്റൽ മെറ്റേണൽ ഹെമറേജ് എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? നിങ്ങൾ RH ഇൻകോമ്പാക്റ്റബിലിറ്റി എടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫീറ്റൽ മെറ്റേണൽ ഹെമറേജ്, അതായത് ബ്ലീഡിംഗ് ഫ്രം ദ ഫീറ്റസ് ഇൻ ടു ദ മെറ്റേണൽ സർക്കുലേഷൻ ക്യാൻ ലീഡ് ടു പോളിഹൈഡ്രോ അമ്നിയോസിസ്.
ഇതാ നമ്മൾ RH ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ ഫസ്റ്റ് റീസൺ ടു ഗെറ്റ് എന്താണ് ജോണ്ടിസ്, അല്ലെങ്കിൽ കുഞ്ഞിന് ജോണ്ടിസ് കിട്ടാനുള്ള ചാൻസ് ഉള്ള RH ഇൻകോമ്പാക്റ്റബിലിറ്റി വരുന്ന ഒരു കണ്ടീഷൻ കൂടെയാണ് ഫീറ്റൽ മെറ്റേണൽ ഹെമറേജ്. പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഡൈനാമിക്സ്, അതായത് abnormalities in amniotic fluid production or absorption can lead to polyhydramnios. ആൻഡ് ചില മിക്ക കേസുകളും ഇഡിയോപ്പതിക് ആയിരിക്കും കേട്ടോ. ഒരുപാട് കേസുകൾ നമ്മൾ ചില ഇഡിയോപ്പതിക് ആണ്. എന്തെങ്കിലും നമുക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു ചാൻസ് ഒക്കെ കിട്ടും, എന്താണ് ഫോർ ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. അടുത്തതാണ് സിംറ്റംസ്, മെറ്റേണൽ സിംറ്റംസ്. അതായത് നമ്മൾ ഇപ്പൊ കുഞ്ഞു വാവ വയറ്റിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു നമ്മൾ പറയത്തില്ലേ, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഒരു സഫോക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യും, എന്തോ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യൂലേ. അപ്പോൾ എന്തോ ഇരിക്കുന്ന പോലെ അല്ല. അപ്പം നമുക്ക് കുഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഡയഫ്രം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി തള്ളുന്നത് കൊണ്ട് നമുക്ക് ബ്രീത്തിങ് പ്രോപ്പറായിട്ട് ഓൾറെഡി നടക്കൂല. അപ്പോൾ അതുകൂടാതെ കുറച്ചും കൂടെ കൂടുതൽ ഫ്ലൂയിഡും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും, എന്താണ് ബ്രെത്ത്ലെസ്നെസ് കൂടത്തതേ ഉള്ളൂ, മനസ്സിലായില്ലേ, ഡിഫിക്കൽട്ടി കൂടത്തതേ ഉള്ളൂ. പിന്നെ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, അതായത് ആ ഒരു കംഫർട്ടാണ് കേട്ടോ, ഒരു റെഡ് കേജ്. അപ്പം ആ ഒരു എന്താണ് ഡിസ്കംഫർട്ട് ആണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും പെൽവി താഴത്തേക്കുള്ള പ്രഷർ കൂടുതലായിരിക്കും. അബ്ഡോമിനൽ ഡിസ്റ്റൻഷനും നോസിയ വോമിറ്റിംഗ് ഒക്കെ നോർമലിനേക്കാളും കൂടുതലായിരിക്കും. അബ്ഡോമിനൽ ഡിസ്റ്റൻഷനും വലിയ സൈസ് ആയിരിക്കും കേട്ടോ വയറിന്. പിന്നെ ഫീറ്റൽ സിംറ്റംസ് ആണെങ്കിൽ കുഞ്ഞിനും ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാകും, ഡിക്രീസ്ഡ് ഫീറ്റൽ മൂവ്മെന്റുകൾ കാണും. പക്ഷെ നമ്മൾ കൂടുതലായിട്ടും ഡിക്രീസ്ഡ് ഫീറ്റൽ മൂവ്മെന്റുകളും ഉണ്ടാവുന്നുണ്ട്, ഇൻക്രീസ്ഡ് ഫീറ്റൽ മൂവ്മെന്റും ഉണ്ടാകും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലായതുകൊണ്ട് കുഞ്ഞ് എപ്പോഴും കിടന്ന് ഓടത്തില്ലേ. ഇത് ഫീറ്റൽ മൊമെന്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ എന്താണ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, എന്താണെന്നറിയാം, ഈ കുഞ്ഞിന്റെ എന്താ ഇപ്പൊ പറയാ, കുഞ്ഞ് ചവിട്ടുന്നതൊന്നും നമുക്ക് അത്ര ആ ഒരു കിക്കിങ് എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ കുഞ്ഞ് കിടന്ന് അതിൻ്റെ അകത്ത് കിടന്ന് ഓടുന്നുണ്ടാവും, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫീറ്റൽ പൊസിഷൻ ശരിയാവാത്തത്. ആ ലോജിക്കിൽ അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. നമുക്ക് പുറത്തറിയത്തില്ല, കുഞ്ഞത്രയും വെള്ളത്തിൽ കിടന്ന് ഇതാക്കുമ്പോൾ അറിയത്തില്ല. പക്ഷെ നമുക്ക് എന്താണ് കുഞ്ഞ് പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, കാരണം വെള്ളത്തിലല്ലേ കിടക്കുക. പിന്നെ പ്രീടേം ലേബർ ആയിരിക്കാം, പ്ലാസെന്റൽ അബ്രോപ്ഷൻ വരാം, കാരണം സെപ്പറേഷൻ ഓഫ് പ്ലാസെന്റ ഫ്രം ദി യൂട്രസ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുമ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരാം. പോസ്റ്റ് പാർട്ടം ഹെമറേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ഇത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഞാൻ ഒത്തിരി തരാൻ വേണ്ടിയിട്ട് കുറേ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മെയിൻലി അൾട്രാസൗണ്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് നോക്കുക. ഈ മാക്സിമം വെർട്ടിക്കൽ പോക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വെർട്ടിക്കൽ, അതായത് പോക്കറ്റ് നമ്മൾ വെർട്ടിക്കലി ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം ഓരോ പോക്കറ്റ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് സെയിം ആസ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് ആണ്. പിന്നെ ഇത്തിരി കൂടുതൽ നിങ്ങൾക്ക് നമ്മൾ ഇപ്പം ഞാൻ എഴുതുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ അല്ലേ, പലരും പല രീതിയിലല്ലേ. ഇപ്പം ചിലർക്ക് ഈ 3 പോയിന്റ് ഓർമ്മ വരും, ചിലർക്ക് എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ചങ് മറന്നു, എന്നിട്ട് ഈ ഇങ്ങനെ പഠിക്കുന്ന വേണ്ടാണ്ട് മാക്സിമം വെർട്ടിക്കൽ പോയിന്റ്, അയ്യോ അത് വേണ്ട, വലിയ പേര്, ചിലപ്പോൾ അതായിരിക്കും പരീക്ഷയ്ക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ വായിക്കുക, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ എഴുതുക. പിന്നെ മെറ്റേണൽ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ നോക്കും കേട്ടോ. അതായത് ഇപ്പൊ ബ്ലഡ് ഷുഗർ ലെവല്, അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അനീമിക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും നോക്കും. പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അനാലിസിസ് നടത്തും, ഇൻഫെക്ഷൻസ്, ഫീറ്റൽ ഡിസ്ട്രസ്, ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നോക്കും. ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ ചാൻസ് കൂടുതൽ. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് വേണം പിന്നെ ബാക്കിയുള്ള ഫെർദർ ക്രൈറ്റീരിയാസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ബാക്കിയുള്ള ഫെർദർ ക്രൈറ്റീരിയ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല കേട്ടോ, ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഈ എന്താണ് ഡയഗ്നോസ്റ്റിക് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ, അതായത് AFI എന്ന് പറയുന്നത് 24 കൂടുതലായിരിക്കണം. പിന്നെ വെർട്ടിക്കൽ പോക്കറ്റും എന്തായിരിക്കണം 8 സെന്റിമീറ്റർ കൂടുതലൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, അതാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ഫീറ്റൽ മോണിറ്ററിങ് NST നമ്മൾ ചെയ്യും, ബയോഫിസിക്കൽ പ്രൊഫൈൽ ചെയ്യും. നിങ്ങൾ ഈ അതർ ഡയഗ്നോസ്റ്റിക്കിൽ ഇത് എല്ലായിടത്തും അങ്ങ് എഴുതി വെച്ചോ കേട്ടോ. പിന്നെ ട്രീറ്റ്മെന്റ് ഗോൾസ്, എന്തായിരിക്കും ട്രീറ്റ്മെന്റ് ഗോൾ നമ്മൾ ചെയ്യുന്നത്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ വോളിയം കുറയ്ക്കും. എങ്ങനെ നമ്മൾ കുറയ്ക്കാം, ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ടു എലിവേറ്റ് ദ സിംറ്റംസ് ആൻഡ് ദ പ്രിവെന്റ്, അതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ വോളിയം കുറയ്ക്കുക, മെറ്റേണൽ ഡിസ്കംഫർട്ട് റിലീഫ് ചെയ്യുക, കുഞ്ഞിന്റെ വെൽബീങ്, ഫീറ്റൽ വെൽബീങ് എൻഷുർ ചെയ്യുക. ഇതാണ് മെയിൻലി ദ ട്രീറ്റ്മെന്റ്, നമ്മുടെ ഗോളാണ്. ശ്രദ്ധിച്ചോ, ദ ട്രീറ്റ്മെന്റ് ഗോൾസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നോക്കിയാലോ. എക്സ്പെക്റ്റന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്ലോസ് മോണിറ്ററിംഗ് ആണ്. കുഞ്ഞിനെ നമ്മൾ ഇപ്പം ഞാൻ പറയട്ടെ, എല്ലാ പോളിഹൈഡ്രോമിയോസിസ് വരുന്ന പേഷ്യൻറ്റിനും നമ്മൾ അമ്നിയോ റിഡക്ഷൻ ചെയ്യത്തില്ല.
ഞാൻ ഇപ്പോൾ ഇമിറ്റ് ചെയ്ത പേഷ്യൻ്റ് ഒന്നും അമ്നിയോ റിഡക്ഷൻ ചെയ്തിട്ടില്ല. നമ്മൾ കൊച്ചിൻ്റെ വെൽബീങ് നോക്കും, പ്രോഗ്രസ്സോ അല്ലെ പ്രശ്നവും കാര്യങ്ങളും എന്താണെന്ന് നോക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു നോർമൽ ഡേറ്റ് ഒരു 37, 36, 37 ഒക്കെ 38 ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞിനെ സിസേറിയൻ ചെയ്തെടുക്കാറാണ് ഞാൻ കണ്ടിട്ടുള്ള കൂടുതലും പ്രൊസീജിയർ. അല്ലേ അമ്നിയോ റിഡക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ് ഇപ്പം വളരെ, കാരണം ഹെമറേജ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലല്ലേ. അപ്പം നമ്മൾ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അമ്നിയോ റിഡക്ഷൻ ചെയ്യാൻ നിൽക്കത്തില്ല, മോണിറ്റർ ചെയ്യും, സിസേറിയൻ ചെയ്യും. പിന്നെ നമുക്കിതൊരു എന്താണ് ഒരു പ്രൊസീജിയർ, ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. Close monitoring the mother and fetus with regular ultrasound assessment and non-stress test and amnio reduction, a procedure where a needle inserted into the amniotic site. എന്നിട്ട് നമ്മൾ എക്സസൈറ്റൽ ഫ്ലൂയിഡിനെ എന്താണ് ഡ്രെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ റിപ്പീറ്റഡ് അമ്നിയോ റിഡക്ഷൻ ആണ് കേട്ടോ. ചിലപ്പം ഫ്ലൂയിഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പിന്നെയും നമുക്ക് അത് ചെയ്യേണ്ടി വരും. അതൊരു ഫ്ലോ ആണ്. പിന്നെ ഇൻഡോമെത്തസിൻ തെറാപ്പി നമ്മൾ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? യൂറിൻ, അതായത് കുഞ്ഞിൻ്റെ യൂറിൻ പ്രൊഡക്ഷൻ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിൻ്റെ യൂറിൻ പ്രൊഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് പിന്നെയും കൂടത്തതേ ഉള്ളൂ. കുഞ്ഞ് യൂറിൻ പാസ് ചെയ്തിട്ട് അതന്നെയല്ലേ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് മിക്സ് ആയി പിന്നെ അതന്നെയല്ലേ ഇങ്ങനെ പ്രോസസ്സിങ് നടക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഫ്ലൂയിഡ് ഫീറ്റലിൻ്റെ യൂറിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഡോമെത്തസിൻ തെറാപ്പി നമ്മൾ ചെയ്യും. ഇത് കോംപ്ലിക്കേറ്റഡ് കണ്ടീഷനിലാണ് കേട്ടോ. പിന്നെ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കും കുഞ്ഞിന് ലങ് മെച്യൂരിറ്റിക്ക് വേണ്ടി, ചിലപ്പോൾ എയർലി ഡെലിവറി ഒക്കെ ആണെങ്കിലോ. പിന്നെ ബെഡ് റെസ്റ്റ് നമ്മൾ നന്നായിട്ട് കൊടുക്കുക, ഫീറ്റൽ മോണിറ്ററിങ് നമ്മൾ ചെയ്യാം. പിന്നെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രീ ടൈം ലേബർ ആണ്, അബ്രപ്ഷൻ പ്ലാസൻ്റ ഉണ്ടാവാം, ഹെമറേജ് ഉണ്ടാകാം, ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാവാം. ഇതാണ് കോംപ്ലിക്കേഷൻ. ഞാൻ മെറ്റേണൽ ഫീറ്റൽ എന്ന് എഴുതിയിട്ടില്ല, നിങ്ങൾ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതി എടുക്കുക. നമ്മൾ ഓൾറെഡി കുറേ മെറ്റേണൽ ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് തന്നെ അപ്ലൈ ചെയ്താലും മതി. ഇത് സ്ലൈഡ് ഉണ്ടാക്കി ഒത്തിരി ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് ഞാൻ പറഞ്ഞില്ലേ, വലിയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിവിഡായിട്ട് ഒരു ഇതായിട്ട് പറഞ്ഞു പോകുന്നത്. പിന്നെ ഇതിൻ്റെ നഴ്സിംഗ് ഡയഗ്നോസിസ് ഇത് എന്താണ് എല്ലാം റിസ്ക് ആണ് കേട്ടോ. റിസ്ക് ഫോർ റെസ്പിറേറ്ററി ഡിസ്ട്രസ് വരാം, പിന്നെ ആൻസൈറ്റി ഉണ്ടാകും, പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഉണ്ടാകാം. റിസ്കുകളാണെല്ലാം. നോളജ് ഡെഫിസിറ്റ്, പ്രീ ടേം ലേബർ വരാം. പിന്നെ കുഞ്ഞിൻ്റെതാണെങ്കിൽ റിസ്ക് ഫോർ ഫീറ്റൽ ഡിസ്ട്രസ് വരാം, അംബ്ലിക്കോർഡ് കംപ്രഷൻ ഉണ്ടാകാം, പ്രീമച്വർ ബർത്ത് ഉണ്ടാകാം, ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാം, ഫീറ്റൽ ഡെമീസ് വരാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി എൻ്റെ നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കൂടുതൽ എൻ്റെ വൈവ നോക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.